അന്താരാഷ്ട്ര ആണവോർജ സമിതിയുമായുള്ള സഹകരണം അവസാനിപ്പിക്കാനുള്ള ഇറാന്റെ നീക്കത്തിന് പാർലമെന്റിന്റെ അനുമതി. ഇതോടെ പരിശോധനകൾക്ക് ഇനി ഇറാന്റെ അനുമതി വേണ്ടിവരും. ആണവോർജത്തിന്റെ ഗവേഷണം, പ്രയോഗം എന്നിവയെ നിയന്ത്രിക്കുക, ആണവോർജം സമാധാനപരമായ ആവശ്യങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുക, ആണവ നിർവ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യാന്തര സംഘടനയാണ് അന്താരാഷ്ട്ര ആണവോർജ സമിതി. ആക്രമണം ഇറാന്റെ ആണവ പദ്ധതിയെ വർഷങ്ങൾ പുറകോട്ടടിച്ചതായി ഡൊണാൾഡ് ട്രംപിനെ പിന്തുണച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. പരസ്പരമുള്ള നിർണായക ചർച്ചകൾക്ക് അമേരിക്കയും ഇറാനും ഒരുങ്ങുന്നതായാണ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നുള്ള സൂചനകൾ. ഇന്ന് വെടിയച്ചകളെ ഇല്ലാതിരുന്ന ശാന്തമായ പകലായിരുന്നു ഇറാനും ഇസ്രായേലിനുമിടയിൽ. എന്നാൽ അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരായ ആയുധങ്ങൾ മൂർച്ച കൂട്ടുകയാണ് ഇറാൻ. IAEAയുമായുള്ള സഹകരണം അവസാനിപ്പിക്കാൻ ഇറാൻ പാർലമെന്റ് അനുമതി നൽകി. ഇതോടെ ഇനി പരിശോധനയ്ക്ക് ഇറാൻ സുപ്രീം നാഷണൽ കൌൺസിൽ അനുമതി വേണ്ടിവരും. അമേരിക്കൻ ആക്രമണത്തിൽ ഇറാന്റെ ആണവ സംവിധാനങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ ഉണ്ടായില്ല എന്ന റിപ്പോർട്ടുകൾക്കിടയിൽ ട്രംപിനെ പിന്തുണച്ചുകൊണ്ട് നെതന്യാഹു എത്തി. ഫോർദോയിലെ ആണവ സമ്പുഷ്ടീകരണ സംവിധാനം വരെ തകർത്തതായാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് പറഞ്ഞത്. ഇതിനിടെ അമേരിക്കയും ഇറാനും പരസ്പരം ചർച്ചകൾക്ക് ഒരുങ്ങുന്നതായും നേതാക്കളുടെ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നു. അമേരിക്കയുമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചർച്ചയ്ക്ക് സന്നദ്ധമെന്ന് ഇറാൻ പ്രസിഡന്റും ഇറാനുമായി അടുത്തയാഴ്ച സംസാരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപും ഇന്ന് പറഞ്ഞു. യുദ്ധം അവസാനിച്ച ശേഷം രാജ്യത്തോടുള്ള അഭിസംബോധനയിൽ രാജ്യത്തെ രാഷ്ട്രീയ തടവുകാർക്ക് കൂടി പ്രസിഡന്റ് നന്ദി അറിയിച്ചത് ഭരണകൂടത്തിന് എതിരായ നീക്കങ്ങൾ ഒഴിവാക്കാൻ കൂടുതൽ ഐക്യത്തിന് ശ്രമിക്കുന്നുവെന്ന സൂചനയായി. ഇറാനും ഇസ്രയേലും പരസ്പരമുള്ള എതിർ നീക്കങ്ങൾ സജീവമാണ്. ഇറാൻ സെൻട്രൽ ബാങ്കിനെ ഇസ്രയേൽ തീവ്രവാദ സ്ഥാപനമായി പ്രഖ്യാപിച്ചു. തീവ്രവാദ ഫണ്ടിംഗ് എന്ന് കാട്ടിയാണ് ഇത്. യുദ്ധസമയത്ത് 700-ലധികം പേരെയാണ് ചാരപ്രവർത്തനം സംശയിച്ചുകൊണ്ട് ഇറാൻ പിടികൂടിയത്. ഇസ്രയേൽ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ അലി ഷെത്മാനി കൊല്ലപ്പെട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗാസയിൽ 7 സൈനികർ കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടലിലായിരുന്നു ഇന്ന് ഇസ്രയേൽ സേന. ഇറാൻ വ്യോമപാത നാളെ കൂടി നിരീക്ഷിച്ച ശേഷമായിരിക്കും പൂർണ്ണമായി തുറക്കുക. അതേസമയം ഇറാനിൽ തങ്ങൾ ആക്രമണം നടത്തിയ 3 ആണവ കേന്ദ്രങ്ങളിൽ നിന്നായി 400 കിലോഗ്രാം യുറേനിയം അപ്രതീക്ഷിതമായതായി US. 10ഓളം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തക്ക അളവിലുള്ള യുറേനിയമാണ് കാണാതായതെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ABC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. അതേസമയം അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട ഇറാൻ യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായാണ് സൂചന. ഇറാൻ ആണവായുധ നിർമ്മാണവുമായി മുന്നോട്ടു പോയാൽ കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് JD വാൻസ് മുന്നറിയിപ്പ് നൽകി. ഞങ്ങൾ ഇറാനുമായിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. ഇറാന്റെ ആണവായുധ നിർമ്മാണ പദ്ധതിക്ക് എതിരായാണ് ഞങ്ങളുടെ യുദ്ധം. JD വാൻസ് ഇങ്ങനെയാണ് പറഞ്ഞത്. ഇറാൻ ഭാവിയിൽ ആണവായുധ നിർമ്മാണം നടത്തുകയാണെങ്കിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ശക്തി എന്താണെന്ന് ഇനിയും അറിയേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാൻ എത്രത്തോളം യുറേനിയം ശേഖരിച്ചുവെന്നും ഫോർദോ ആണവ കേന്ദ്രത്തിന് ആക്രമണത്തിൽ എത്രത്തോളം കേടുപാടുകൾ സംഭവിച്ചു എന്നുമുള്ള കാര്യത്തിൽ വാൻസ വ്യക്തത വരുത്തിയിട്ടില്ല. 60% സമ്പുഷ്ടീകരിച്ചതാണ് അപ്രത്യക്ഷമായ 400 കിലോഗ്രാം യുറേനിയം. ആയുധം നിർമ്മിക്കാൻ പാകത്തിലുള്ള യുറേനിയമാണ് കാണാതായിരിക്കുന്നത്. ആണവായുധ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ഇറാൻ ഇനി മുൻപോട്ട് പോയേക്കും എന്നതിന്റെ സൂചനകളാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഉദ്യോഗസ്ഥരും യുറേനിയം കാണാതായ കാര്യം വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.